നമസ്കാരം. നാട്യയുടെ കലാപരിചയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കലാരൂപമായ ഭരതനാട്യത്തെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. സംഗീത നാടക അക്കാദമി അംഗീകരിച്ച 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസിൽ ഒന്നായ ഭരതനാട്യം ഇന്ത്യയുടെ ദേശീയ കലാരൂപമായിട്ടാണ് പറയപ്പെടുന്നത്. ഭാവ, രാഗ, താളം എന്നീ പദങ്ങളുടെ ആദ്യാക്ഷരങ്ങൾക്കൊപ്പം നാട്യം എന്ന സംസ്കൃത പദം സമന്വയിപ്പിച്ചാണ് ഭരതനാട്യം എന്ന പേരിന് ജന്മം കൊണ്ടത്. ഭാരതത്തിൻ്റെ തനത് നൃത്തരൂപമായതുകൊണ്ടാണ് എന്നും ചിലർ പറയുന്നുണ്ട്. തമിഴ്നാടിൻ്റെ പ്രാചീനതയിലേക്ക് നോക്കിയാൽ ഭരതനാട്യത്തിൻ്റെ വേരുകൾ 2000ഓളം വർഷം പഴക്കമുള്ളതാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ ജന്മം കൊണ്ട ഈ കലാരൂപം സതിറാട്ടം എന്ന പേരിലായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ദക്ഷിണേന്ത്യയിലെ പല ഭാഗങ്ങളിലായി ഇതിനെ ചിന്നമേളമെന്നും ദാസിയാട്ടമെന്നും എല്ലാം വിളിച്ചിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജീവിച്ചിരുന്ന തഞ്ചാവൂർ സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദം, വടിവേലു എന്നീ 4 ഭരതനാട്യത്തിൻ്റെ വളർച്ചയ്ക്കായി നിരവധി സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. നിലവിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് കോമ്പോസിഷൻസ് ഇവർ ചിട്ടപ്പെടുത്തിയത് തന്നെയാണ്. ഭരതനാട്യം എന്ന നൃത്തരൂപം പ്രതിപാദിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ നിലവിലുണ്ടെങ്കിലും ഭരതമുനി തയ്യാറാക്കിയ നാട്യശാസ്ത്രവും നന്ദികേശ്വരൻ്റെ അഭിനയദർപ്പണവുമാണ് കൂടുതലായി ഭരതനാട്യം നർത്തകർ ഉപയോഗിച്ചു വരുന്നത്. 5-ാം നൂറ്റാണ്ടിൽ ഇളങ്കോ അടികൾ എഴുതിയ തമിഴിലെ 5 ഇതിഹാസങ്ങളിൽ ഒന്നായ സിലപ്പതികാരമാണ് ആദ്യമായി ഭരതനാട്യത്തെക്കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു അരങ്ങേറ്റത്തിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. നൃത്തരത്നാവലി, നർത്തന നിർണയ, നൃത്ത അധ്യായ, ഭരതസേനാപതിയം, ഭരതാർണവം എന്നിവയെല്ലാമാണ് മറ്റു ലക്ഷണ ഗ്രന്ഥങ്ങൾ ഭരതനാട്യത്തെക്കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ കലയുടെ ചരിത്രം നോക്കിയാൽ 900 വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്ര നർത്തകിമാർ ചെയ്തു വന്നിരുന്ന നൃത്തമായിട്ടാണ് പറയപ്പെട്ടിരുന്നത്. അവരെ ദേവദാസികളെന്ന് വിളിച്ചിരുന്നു. ദേവദാസികൾ ചെയ്തിരുന്ന നൃത്തമായതുകൊണ്ടാണ് ദാസിയാട്ടം എന്നൊരു പേര് വരാൻ കാരണം. പല്ലവ രാജാക്കന്മാരുടെ ഭരണകാലം മുതൽക്കേ നിലനിന്നിരുന്ന ഒരു രീതിയാണ് ദേവദാസി സിസ്റ്റം. എന്താണ് ഈ ദേവദാസി സിസ്റ്റം? ദേവദാസികൾ എന്നാൽ ദേവന്റെ ദാസി എന്നാണ് അർത്ഥം. കുറച്ചുകൂടെ വിശദമായി പറഞ്ഞാൽ, ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ ആ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ദേവദാസി സിസ്റ്റം. നമ്മൾക്ക് താലി എന്ന ഒരു സങ്കല്പം പോലെ ബൊട്ടുകെട്ട് എന്നൊരു ചടങ്ങ് നടത്തിയാണ് ഇവർ ദേവദാസികളായി തീരുന്നത്. ദേവന്റെ ദാസിയായതുകൊണ്ട് തന്നെ ഇവരെ നിത്യസുമംഗലികളായിട്ടാണ് കണ്ടിരുന്നത്. ഭരതനാട്യത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനുമുണ്ട്. വരും വീഡിയോസിൽ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമസ്തേ.